പൊളിറ്റിക്കൽ സയൻസ് രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ് സെമ്മ് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തിയറീസാണ്. ലോൻ്റെ ഒറിജിനൊക്കെ ബേസ് ചെയ്തിട്ട് ലോ ഉത്ഭവിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള തിയറീസ്, അതേപോലെ തന്നെ ലോ, ലിബർട്ടി തമ്മിലുള്ള റിലേഷൻഷിപ്പ്, റൂൾ ഓഫ് ലോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് ലോ പ്രധാനമായും 4 തിയറികളാണ് ഈ ഒരു പൊളിറ്റിക്സിൽ ലോവിന് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നാച്ചുറൽ തിയറിയാണ്. നാച്ചുറൽ തിയറി കൺസിഡേഴ്സ് ലോ ആസ് എറ്റേണൽ, യൂണിവേഴ്സൽ, കോൺസ്റ്റന്റ്, റാഷണൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ. ഇതിൽ നാച്ചുറൽ തിയറി പ്രകാരം ലോ എന്ന് പറയുന്നത് അത് നിത്യമായി നിലനിൽക്കുന്നതും അതേപോലെ തന്നെ പ്രാപഞ്ചികം എല്ലാവരും ലോകത്തുള്ള എല്ലാവരും അംഗീകരിച്ചതും നിലനിൽക്കുന്നതും കോൺസ്റ്റന്റ്, അതിന് മാറ്റങ്ങളൊന്നുമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ യുക്തിപരമായതും അൺചേഞ്ചബിൾ, മാറ്റാൻ പറ്റാത്തതുമായ ഇതാണ് നാച്ചുറൽ തിയറി പ്രകാരം ലോ. നാച്ചർ ഈസ് ദ ഓതർ ഓഫ് ദിസ് ലോ ആസ് സച്ച് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റൈറ്റ് റീസൺ. നാച്ചറാണ് ഇതിൻ്റെ ഓതർ. ഈ ഒരു ലോ ഉണ്ടാക്കാനുള്ള കാരണം പ്രകൃതിയാണ്. അതേപോലെ തന്നെ ഇത് ഒരു ശരിയായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ലോ ഉണ്ടാക്കിയത് എന്നാണ് നാച്ചുറൽ തിയറി പ്രകാരം പറയുന്നത്. ബട്ട് നാച്ചുറൽ ലോ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ്. പക്ഷേ നാച്ചുറൽ ലോ അത് ഇവിടെ പ്രസ്താവിക്കാൻ, അത് ഇവിടെ നടപ്പിൽ വരുത്താൻ അത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത് നാച്ചുറൽ തിയറി. ഇമ്പരേറ്റീവ് തിയറി ഇറ്റ് റിജക്ട്സ് ദ നാച്ചുറൽ തിയറി ആൻഡ് സെയ്സ് ദാറ്റ് നാച്ചുറൽ ലോ ഈസ് വാലിഡ് അണ്ടിൽ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി. ഈ ഇമ്പരേറ്റീവ് തിയറി നാച്ചുറൽ തിയറിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അതിനെ ഒഴിവാക്കിക്കൊണ്ട്, അതിനെ റിജക്റ്റ് ചെയ്യാണ്, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നിട്ട് പറയുന്നത് നാച്ചുറൽ ലോ ഈസ് വാലിഡ് അണ്ടിൽ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി. നാച്ചുറൽ ലോ അത് എപ്പോഴാണ് വാലിഡ് ആവുക, അത് ശരിയായ ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക, അത് സ്റ്റേറ്റ് അതോറിറ്റി അതിനെ അംഗീകരിച്ച് തിരിച്ചറിയണമെങ്കിൽ മാത്രമേ നമുക്കത് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇമ്പരേറ്റീവ് തിയറി പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലീഗൽ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പരേറ്റീവ് തിയറിനെ ലീഗൽ പോസിറ്റിവിസം എന്ന് വിളിക്കുന്നുണ്ട്. ഇറ്റ് ലേസ് ടു മച്ച് സ്ട്രെസ് ഓൺ ദി സ്റ്റേറ്റ് അതോറിറ്റി. ഈ ഇമ്പരേറ്റീവ് തിയറി എന്താണ്, ഒരു സ്റ്റേറ്റിന്റെ മേലിൽ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഈ അഡ്വക്കേറ്റ്, എല്ലാ തിയറിയിലും ഈ അഡ്വക്കേറ്റ്സ് എന്ന് പറയും. ഈ അഡ്വക്കേറ്റ്സ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂ റെക്കമെൻഡ്സ് എ പോളിസി അല്ലെങ്കിൽ എ തിയറി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഇമ്പരേറ്റീവ് തിയറി റെക്കമെൻഡ് ചെയ്ത ആളുകളാണ് ഹോബ്സ്, ഓസ്റ്റിൻ, ബെന്താം, ബോർഡിൻ എന്നുള്ളവരൊക്കെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് പൊളിറ്റിക്സിൽ നെറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ ഓരോ തിയറീസും അവരുടെ വേർഡ്സൊക്കെ പഠിച്ചു വെക്കേണ്ടി വരും. അതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ തിയറി. അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ തിയറി, ലോ ഈസ് നെയ്തർ ഓതേർഡ് ബൈ നാച്ചർ നോർ ക്രിയേറ്റഡ് ബൈ സ്റ്റേറ്റ്, ബട്ട് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഹിസ്റ്റോറിക്കൽ തിയറി പ്രകാരം ലോനെ പറ്റി പറയുന്നത് ഇത് നാച്ചർ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടാക്കിയതോ ഒന്നുമല്ല, മറിച്ച് ഇത് സാമൂഹ്യ വികസനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ലോ എന്നുള്ളതാണ്. നമ്മുടെ സമൂഹം ഇങ്ങനെ വികസിച്ച് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ലോ എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ തിയറി പ്രകാരം പറയുന്നത്. സോഷ്യോളജിക്കൽ തിയറി ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദിസ്. സോഷ്യോളജിക്കൽ തിയറിയും ഓൾസോ ഇത് തന്നെയാണ് പറയുന്നത്. നാച്ചർ ഉണ്ടാക്കിയതല്ല, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഉണ്ടാക്കിയതല്ല, അത് സോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ട് വന്നതാണെന്നാണ് ഹിസ്റ്റോറിക്കൽ തിയറി, സോഷ്യോളജിക്കൽ തിയറി എന്നീ 2 തിയറി പ്രകാരവും പറയുന്നത്. അഡ്വക്കേറ്റ്സ് ഇതിൻ്റെ റെക്കമെൻഡ് ചെയ്ത ആളുകളൊക്കെയാണ് ഹ്യൂഗോ, സാവിങ്കി, ലോർഡ് ബ്രേസ്, അതേപോലെ സർ ഹെൻറി മെയിൻ എന്നുള്ളവരൊക്കെ. ഇനി മാർക്സിയൻ തിയറി പ്രകാരം അക്കോർഡിംഗ് ടു മാർക്സ്, ലീഗൽ റിലേഷൻഷിപ്സ് ആർ ഫൂട്ടഡ് അപ്പോൺ ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ്. ലോസ് മെയർലി എക്സ്പ്രസ് ദ വിൽ ഓഫ് ദി ഡോമിനന്റ് ക്ലാസ്. മാർക്സ് പറയുന്നത്, മാർക്സിൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ ലോ എന്ന് പറയുന്നത് അത് ലോനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സംസാരമാണ്. അത് സ്റ്റേറ്റിൻ്റെ വില്ലിനെയാണ് അത് ഇതാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിൽ ഓഫ് ദി ഡോമിനന്റ് ക്ലാസ്, മാർക്സിൻ്റെ തിയറി പ്രകാരം ലോ എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്ന, നാച്ചർ ഉണ്ടാകുന്ന അങ്ങനെ വരുന്നതല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ഡൊമിനന്റ് ക്ലാസ്, അവിടെ ഉന്നത ജാതിക്കാർ എന്നൊക്കെ നമ്മൾ ജാതി സമ്പ്രദായമൊക്കെ ഉണ്ടായപ്പോൾ ഉന്നത ജാതിക്കാർ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളെ അവർ ചെയ്തു പോരുന്ന രീതി എന്താണോ, അവർ പറയുന്ന രീതി എന്താണോ, അത് അവിടുത്തെ ലോ ആയി മാറുകയാണ്. അത് താഴേക്കിടയിലുള്ള ആളുകളും അനുസരിക്കുന്ന രീതിയിൽ ലോ ആയി മാറുകയാണ്.
ലോ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് സൊസൈറ്റീസ് ജനറൽ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് ആസ് ദ എമേർജ് ഫ്രം എ ഗിവൻ മെറ്റീരിയൽ മീൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. മാർക്സ് പറയുന്നത് ലോ എന്നുള്ളത് പിന്നെ ഈ സമൂഹത്തിലെ ആളുകളുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ലോ എന്നുള്ളതാണ് മാർക്സ് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലോ ആൻഡ് ലിബർട്ടി. ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയമം, ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി. അപ്പോൾ ഇതിൽ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി ഈസ് വൈഡ്ലി ഡിസ്കസ്ഡ് എമംഗ് ഫിലോസഫേഴ്സ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി ഈസ് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ നാച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. ഇത് ഈ ഒരു ലോ ആൻഡ് ലിബർട്ടിയും തമ്മിലുള്ള ബന്ധം ഈ ഫിലോസഫി തത്വചിന്തകന്മാർ ഒരുപാട് ചർച്ച നടന്നിട്ടുള്ള വിഷയമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലോയും ലിബർട്ടിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അത് ആ ഒരു സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പിന്നെ ഒരു നാച്ചുറിനനുസരിച്ച് അത് മാറും എന്നുള്ളതാണ് അതിൻ്റെ ബന്ധം. ദ അനാർക്കിസ്റ്റ് ആൻഡ് സിൻഡിക്കലിസ്റ്റ് ഹോൾഡ് ദാറ്റ് ലോ ആൻഡ് ലിബർട്ടി ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അനാർക്കിസ്റ്റും അതേപോലെ തന്നെ സിൻഡിക്കലിസ്റ്റും ഒക്കെ പറയുന്നത്, ഇതൊക്കെ അനാർക്കിസ്റ്റ് സിൻഡിക്കലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് ഇല്ലാത്ത ആളുകൾ, ഗവൺമെൻറ് അല്ല അവിടെ ഭരണം നടത്തുന്നത്, അവിടെ ഒരു പിന്നെ കുറച്ചാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം അവിടെ ഭരണം നടത്തുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്നത് ലോയും ലിബർട്ടിയും നേരെ എതിരാണ്, ഓപ്പോസിറ്റാണ്, അത് രണ്ടും ഉണ്ടാകാൻ പറ്റൂല എന്ന്. They denounce the state as an instrument of exploitation and oppression and desire a classless and stateless society in which there is no law to limit the liberty of the individual. ഇവർ പറയുന്നത്, അവർ പ്രഖ്യാപിക്കുന്നത് ഈ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു പ്രകോപനം ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഉപകരണം മാത്രമാണ്. അതുപോലെ അവർ ആഗ്രഹിക്കുന്നത് ഒരു ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓരോ രാഷ്ട്രങ്ങളാക്കിയിട്ടുള്ള ഈ സൊസൈറ്റിയല്ല, അങ്ങനെ ഇല്ലാത്തൊരു രാഷ്ട്രങ്ങളാക്കി തിരിക്കാത്തൊരു ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോ ലോ ടു ലിമിറ്റ് ദ ലിബർട്ടി ഓഫ് ദി ഇൻഡിവിജ്വൽ. അവരെ നിയന്ത്രിക്കാൻ, അവർ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ അവിടെ ലോ ഉണ്ടാവാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. ദ മോർ ഈസ് ദ ലോ ദ ലെസ് ഈസ് ദ ലിബർട്ടി ഓഫ് ഇൻഡിവിജ്വൽ. ഒരു സ്ഥലത്ത് കൂടുതൽ നിയമങ്ങളുണ്ട് എന്നുള്ളത് അവിടുത്തെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം കുറവാണ് എന്നതാണ് കാണിക്കുന്നത് എന്നാണ് ഈ അനാർക്കിസ്റ്റും സിൻഡിക്കലിസ്റ്റും ഒക്കെ പറയുന്നത്. വില്യം ഗോഡ്വിൻ, പീറ്റർ ക്രോപ്പോട്കിൻ, പിയർ ജോസഫ് പ്രൗദോൺ ആർ സം ഓഫ് ദി അനാർക്കിസ്റ്റ്. ഇവരൊക്കെ കുറച്ച് അനാർക്കിസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. ഇൻഡിവിജ്വലിസ്റ്റ് ആർ ഓൾസോ ഹോൾഡ് ദ സെയിം വ്യൂ ദാറ്റ് എവറി എക്സ്റ്റൻഷൻ ഓഫ് ദി സ്റ്റേറ്റ് ആക്ടിവിറ്റി ലിമിറ്റ്സ് ദ ഫ്രീഡം ഓഫ് ദി ഇൻഡിവിജ്വൽ. ഈ ഇൻഡിവിജ്വലിസ്റ്റുകളും പറയുന്നത് ഈ അനാർക്കിസ്റ്റിൻ്റെയും സിൻഡിക്കലിസ്റ്റിൻ്റെയും അതേ വാദമാണ്. ഈ സ്റ്റേറ്റിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ അതിന് പരിധി വെക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ദേ വാണ്ട് ദ സ്റ്റേറ്റ് ടു റെസ്ട്രിക്റ്റ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ടു മിനിമം. ഇൻഡിവിജ്വലിസ്റ്റ് ലൈക്ക് ജെ.എസ്. മിൽ ആൻഡ് ഹെർബർട്ട് സ്പെൻസർ ടേക്ക് സൈറ്റ് ആസ് എ നെസസറി എവിൽ ആൻഡ് ഫോർ ദാറ്റ് ഡിസൈഡ്സ് മിനിമം പോസിബിൾ ഇൻ്റർഫിയറൻസ് ബൈ സ്റ്റേറ്റ്. അടുത്ത വാദമാണ് അത്. പിന്നെ ഇവിടെ ഇവർ പറയുന്നത്, ഇൻഡിവിജ്വലിസ്റ്റ് പറയുന്നത് പിന്നെ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം റെസ്ട്രിക്റ്റ് ചെയ്യണം, കുറക്കണം എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തികളുടെ മേലുള്ള ഇത് കുറക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു അനാർക്കിസ്റ്റ്, സിൻഡിക്കലിസ്റ്റ്, ഇൻഡിവിജ്വലിസ്റ്റ്, ഇവർ മൂന്ന് ആളുകളും സ്റ്റേറ്റിനെ ഒരു സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ട, ലോ എന്നുള്ളത് ഫ്രീഡം കുറക്കും, വ്യക്തികളുടെ സ്വാതന്ത്ര്യം കുറക്കും എന്ന് പറയുന്ന വാദക്കാരാണ് ഈ അനാർക്കിസ്റ്റ്, സിൻഡിക്കലിസ്റ്റ്, ഇൻഡിവിജ്വലിസ്റ്റ് എന്നോർക്കുക. അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഈ സ്റ്റേറ്റ് എന്നുള്ളത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം കുറക്കും, ഈ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ബട്ട് ദ സോഷ്യലിസ്റ്റ്, ഇനി സോഷ്യലിസ്റ്റുകൾ പറയുന്നത് ദാറ്റ് ട്രീറ്റ് ലോ ആൻഡ് ലിബർട്ടി ഇൻ കോംപ്ലിമെൻ്ററി ടേംസ്. ഈ ലോ ആൻഡ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമുള്ള വാക്കുകളാണ്. അത് പിന്നെ ഒന്ന് മറ്റൊന്നിൻ്റെ ഒരു ഗുണമാണ് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഫീച്ചറാണ് എന്നുള്ളതൊക്കെയാണ് സോഷ്യലിസ്റ്റ് പറയുന്നത്. ലോൻ്റെ ഫീച്ചറാണ് ലിബർട്ടി എന്നാണ്, അതേപോലെ തന്നെ ലിബർട്ടീൻ്റെ ഫീച്ചറാണ് ലോ എന്നാണ് അവർ പറയുന്നത്. ടു ദം സ്റ്റേറ്റ് ഈസ് എ വെൽഫെയർ ഏജൻസി ആൻഡ് ഇറ്റ് ക്യാൻ എൻഷ്യൂർ എ ബെറ്റർ സോഷ്യൽ ഓർഡർ ആൻഡ് ലിബർട്ടി ത്രൂ ഇറ്റ്സ് ലീഗൽ മെക്കാനിസം. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ, ആളുകൾക്ക് പിന്നെ വേണ്ട വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ, അതായത് നമ്മൾ വെൽഫെയറിൻ്റെ പറഞ്ഞു അവർക്കുള്ള പിന്നെ ഒരു സുരക്ഷാപരമായി ജീവിക്കാനും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്.
ആ വെൽഫെയർ ഏജൻസിയാണ് സ്റ്റേറ്റ്. അങ്ങനെ ഒരു വെൽഫെയർ ഏജൻസിയാണ്. അത് വെൽഫെയർ, ജനങ്ങൾക്ക് വെൽഫെയർ ഏർപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ഒരു നല്ല സാമൂഹ്യ ക്രമമൊക്കെ ഉണ്ടാക്കുന്ന, സ്വാതന്ത്ര്യങ്ങൾക്ക് കൊടുക്കുന്നത് ഈ സ്റ്റേറ്റിൻ്റെ ലീഗൽ മെക്കാനിസമാണ്, അതായത് ലോയിലൂടെയാണ് എന്നർത്ഥം. ലോ ഇമ്പോസസ് റെസ്ട്രെയിൻസ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ സോഷ്യൽ വെൽഫെയർ. ലോ എന്നുള്ളത് പിന്നെ ലോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് സാമൂഹ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ ഇതിനൊക്കെ വെൽഫെയറിനൊക്കെ, സോഷ്യൽ വെൽഫെയറിനൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ടു ലീവ് ഈച്ച് മാൻ ടു ഡു വാട്ട് ഹീ പ്ലീസസ് വുഡ് ലീഡ് ടു അനാർക്കി ആൻഡ് ഡിസോർഡർ. ഒരു മനുഷ്യൻക്ക് ഓനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ ഒരു മനുഷ്യൻ അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യാണ്, അവന് കഴിയുന്നത് എന്തോ വാട്ട് വിൽ ഡു, പിന്നെ വാട്ട് ഹീ വിൽസ്, അവൻ എന്ത് കഴിയോ അതൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതൊരു അനാർക്കിയിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഒരു കംപ്ലീറ്റ് ഡിസോർഡറിലേക്ക് അത് നയിക്കുമെന്നുള്ളതാണ്. ദസ് ലിബർട്ടി ഈസ് ലോ ഓർ അറ്റ് എനി റൈറ്റ്സ് എ പാർട്ട് ഓഫ് ലോ. അതുകൊണ്ട് തന്നെ ലിബർട്ടി എന്ന് പറഞ്ഞാൽ അത് ലോ ആണ്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്. അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെ തരത്തിൽ പിന്നെ ലിബർട്ടീൻ്റെ ഒരു പാർട്ടായിട്ടാണ് ലോ വരുന്നത് എന്നർത്ഥം. ദ സ്റ്റേറ്റ് ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് ലീഗൽ അതോറിറ്റി വിച്ച് ക്യാൻ പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ഫ്രം ദ അൺനെസസറി ഇൻ്റർഫറൻസ് ഓഫ് അതേഴ്സ്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഒരു ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മാത്രമാണ്. ലോ എൻഫോഴ്സ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഓൺലി അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റാണ്. അതിനാണ് ആളുകൾക്ക് സുരക്ഷ, ഇമ്മ്യൂണിറ്റി, പിന്നെ മറ്റുള്ള ഡിസ്റ്റർബൻസുകളിൽ നിന്നും മറ്റുള്ള സുരക്ഷാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ സ്റ്റേറ്റിന് മാത്രമാണ് കഴിയുക. ഫോർ ദ ഐഡിയലിസ്റ്റ് സ്റ്റേറ്റ് ഈസ് എ മോറലൈസിങ്. ഇനി ഐഡിയലിസ്റ്റുകൾ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു, അനാർക്കിസ്റ്റ്, സിൻഡിക്കലിസ്റ്റ്, അതേപോലെ തന്നെ ഇൻഡിവിജ്വലിസ്റ്റ്, അതൊക്കെ ഈ ഒരു ലോന് എതിരായിട്ടാണ് പറഞ്ഞത്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിബർട്ടിയും ലോയും അത് കോംപ്ലിമെൻ്ററി ടേംസ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഐഡിയലിസ്റ്റ്, ഒരു ആദർശവാദികൾ എന്നൊക്കെ പറയാം. ഐഡിയലിസ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ഈസ് എ മോറലൈസിങ് ഏജൻസി, ഇറ്റ് ക്യാൻ ഡു എനിത്തിങ് ബൈ മീൻസ് ഓഫ് ലോ ടു പ്രൊട്ടക്ട് ലിബർട്ടി. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ്. അതിന് പിന്നെ അതിനാണ് എന്തെങ്കിലും ചെയ്യാനാവുക, ലോയിലൂടെ ആളുകളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സ്റ്റേറ്റിനാണ് ആവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഐഡിയലിസ്റ്റും ഈ ഒരു വാദത്തോട്, ലിബർട്ടിയും ലോ എന്നുള്ള ഇതിനോട് അനുകൂലമായ വാദമാണ്. സോ എവറി ലോ ഓഫ് ദി സ്റ്റേറ്റ് മസ്റ്റ് ബി ഒബ്സർവ്ഡ് ബൈ ദ പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റിലെ, രാഷ്ട്രത്തിലെ ജനങ്ങളൊക്കെ ആ നിയമങ്ങളൊക്കെ നിർബന്ധമായും അനുസരിച്ചിരിക്കണം. ദേ ഹോൾഡ് ദാറ്റ് എ മാൻ ഈസ് ഫ്രീ ഓൺലി വെൻ ഹി ഒബേസ് ദ ലോ ഓഫ് ദി സ്റ്റേറ്റ്. ഒരു മനുഷ്യൻ സ്വതന്ത്രനാവുന്നത് അവൻ ആ രാഷ്ട്രത്തിലെ നിയമങ്ങളൊക്കെ അനുസരിക്കുമ്പോൾ മാത്രമാണ്. ഇറ്റ് ക്യാൻ യൂസ് ദ ഫോഴ്സ് ടു ക്രിയേറ്റ് ഫ്രീഡം. ഇത് പിന്നെ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നതാണ്. ആ ലോനനുസരിക്കുമ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതാണ്. അങ്ങനെ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടൂ എന്നാണ് ഐഡിയലിസ്റ്റുകൾ പറയുന്നത്. ദ ഫാസിസ്റ്റ് ഗീവ് എ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ ടു ദ ഐഡിയലിസ്റ്റിക് വ്യൂ അക്കോർഡിംഗ് ടു ദം. ഈ ഫാസിസ്റ്റ് പറയുന്നത്, ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫുൾ എക്സ്ട്രീം നാഷണലിസ്റ്റ്, ദേശീയവാദികൾ, തീവ്ര ദേശീയവാദികൾ എന്നൊക്കെ പറയാം. ദ ഫാസിസ്റ്റ് ഗീവ് എ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ ടു ദ ഐഡിയലിസ്റ്റിക് വ്യൂ അക്കോർഡിംഗ് ടു ദം. സ്റ്റേറ്റ് ക്യാൻ ഡു നോ റോങ്. ഈ ഫാസിസ്റ്റ് പിന്നെ ഈ നമ്മുടെ ഐഡിയലിസ്റ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിനോട് കുറച്ച് അനുകൂലമായിട്ടുള്ള വാദമാണ് ഫാസിസ്റ്റിനുള്ളത്. അവർ പറയുന്നത് രാഷ്ട്രത്തിന് തെറ്റായിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാണ്. അപ്പോൾ രാഷ്ട്രം ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുമെന്നാണ്. Man should fall down and obey law so as to worship the state. In fact, in fascist society, law destroyed the liberty. Thus, the issue of relationship between liberty and law is really of a delicate nature. State can protect liberty and can certain liberty through law. Thus, the balance remains in the use of laws created on the basis of general will in a legitimate way. ഇനി ഇവിടെ ഫാസിസ്റ്റിൻ്റെ വ്യൂ ഐഡിയലിസ്റ്റിൻ്റെ വ്യൂവിനോട് ഒരു അനുകൂലമായിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രത്തിന് തെറ്റായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിർബന്ധമായും എന്താക്കണം, രാഷ്ട്രം പറയുന്ന ആ ലോകളൊക്കെ പിന്നെ അനുസരിക്കണം. അത് അവൻ്റെ സോഷ്യൽ ക്രമമൊക്കെ, അവൻ്റെ സ്വാതന്ത്ര്യം നശിപ്പിച്ചതിൽ നിന്നൊക്കെ അവനെ രക്ഷപ്പെടുത്തുമെന്നുള്ളതൊക്കെയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യും. മനുഷ്യനെ ഇമ്മ്യൂൺ ചെയ്യുന്ന ഒരേ ഒരു സംഭവം രാഷ്ട്രമാണ്. അത് രാഷ്ട്രം മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിലൂടെയാണ്. ഗവൺമെൻറ് പിന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ത്രൂ ലോയിലൂടെയാണ് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിബർട്ടി ആൻഡ് ലോ പിന്നെ ഈസ് റിയലി ഓഫ് എ ഡെലിക്കേറ്റ് നേച്ചർ. ലിബർട്ടിയും ലോയും തമ്മിലുള്ള ബന്ധം ഒരു ലോലമാണ്. അത് പരസ്പരം ബന്ധമുള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ സ്റ്റേറ്റിനാണ് ഈ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ
അവൻക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ മറ്റ് ചില സ്വാതന്ത്ര്യങ്ങളും പ്രധാനപ്പെട്ട നിയമങ്ങളിലൂടെയൊക്കെയാണ്, ലോയിലൂടെയാണ് മനുഷ്യൻ്റെ ലിബർട്ടി സംരക്ഷിക്കാൻ പറ്റുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി റൂൾ ഓഫ് ലോ ആണ് നമ്മൾ പറയുന്നത്. റൂൾ ഓഫ് ലോൻ്റെ മലയാളം നിയമവാഴ്ച എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നിയമവാഴ്ച. അപ്പോൾ ദ റൂൾ ഓഫ് ലോ ഈസ് ലീഗൽ മാക്സിം ദാറ്റ് സ്റ്റേറ്റ്സ് നോ പേഴ്സൺ ടു ഇമ്മ്യൂൺ ലോ. The phrase has been used since the 17th century, but the concept can be traced to ancient Greece. Rule of law എന്ന് പറയുന്നത് പിന്നെ that states no person is immune to law. ഒരു വ്യക്തിയും നിയമത്തിൽ നിന്ന് മുക്തനല്ല. എല്ലാ വ്യക്തികളും നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഒരു വ്യക്തിയും നിയമത്തിൽ നിന്ന് മുക്തനല്ല എന്നാണ് റൂൾ ഓഫ് ലോ പറയുന്നത്. The phrase has been used since the 17th century. 17ാം നൂറ്റാണ്ട് മുതലേ ഇത് യൂസ് ചെയ്ത് വരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ്, ഇതിൻ്റെ റൂൾ ഓഫ് ലോൻ്റെ ആശയങ്ങളൊക്കെ പുരാതന ഗ്രീസിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ പുട്ട് ഇൻ ഇറ്റ്സ് വേ ലോ ഷുഡ് ഗവേൺ. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ നമ്മുടെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ വേർഡ്സ് ഒക്കെ പ്രധാനമായിട്ട് കോട്ട് ചെയ്യുക. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് ലോ ഷുഡ് ഗവേൺ, നിയമം ഭരിക്കണം എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. റൂൾ ഓഫ് ലോ സ്റ്റാൻഡ്സ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഐഡിയ ദാറ്റ് ദ സോവറിൻ ഈസ് എബോവ് ദ ലോ, എ ഫീച്ചർ ഓഫ് റോമൻ ലോ. ഇനി റോമൻ ലോൻ്റെ ഒരു ഫീച്ചർ ആയിട്ടാണ് പറയുന്നത്. അത് ഈ റൂൾ ഓഫ് ലോൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റൂൾ ഓഫ് ലോ സ്റ്റാൻഡ്സ്, റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നത് പിന്നെ ഈ പരമാധികാര രാഷ്ട്രം, ഈ സോവറിൻ നിയമത്തിൻ്റെ മുകളിലാണ് എന്നാണ്. പരമാധികാരികൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ഒരു സോവറിൻ കൺട്രിയാണ്. അപ്പോൾ ആ പരമാധികാരം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുകളിലാണ് എന്നാണ് പറയുന്നത്. അത് റോമൻ ലോൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് തന്നെയാണ് റൂൾ ഓഫ് ലോയും പറയുന്നത്. British jurist A.V. Dacey popularized the phrase rule of law in his book An Introduction to the Study of the Law of the Constitution, published 1885. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഒരു ജൂറിസ്റ്റായ A.V. ഡെയ്സി ആണ് ഈ റൂൾ ഓഫ് ലോ എന്നുള്ള ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് പിന്നെ അത് പോപ്പുലറൈസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദ ലോ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ്ഡ് എന്നുള്ള 1885 പബ്ലിഷ് ചെയ്ത ഒരു ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് അതായിട്ട് യൂസ് ചെയ്തത്. ഡെയ്സി എംഫസൈസ്ഡ് 3 ആസ്പെക്ട് ഓഫ് ദി റൂൾ ഓഫ് ലോ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഈ റൂൾ ഓഫ് ലോയിൽ 3 കോണുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 രീതിയിലാണ് റൂൾ ഓഫ് ലോ. അതിൽ ഒന്നാമത്തേത്, നോ വൺ ക്യാൻ ബി പണിഷ്ഡ് ഓർ മെയ്ഡ് ടു സഫർ എക്സെപ്റ്റ് ഫോർ എ ബ്രീച്ച് ഓഫ് എ പ്രൂവ്ഡ് ഇൻ എ ഓർഡിനറി കോർട്ട്. ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവനെ അതിന് ശിക്ഷിക്കുകയില്ല. കാരണം അതൊരു പിന്നെ സാധാരണ കോടതിയിൽ ആ കുറ്റം അവന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ കുറ്റം അവൻ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ അവനെ പണിഷ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തേത്, നോ വൺ ഈസ് എബോവ് ദ ലോ ആൻഡ് എവറി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ, എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്. ഒരാളും പിന്നെ നിയമത്തിൻ്റെ മുകളിലല്ല, എല്ലാവരും നിയമത്തിന് തുല്യരാണ്. അതേപോലെ തന്നെ ഒരാളും നിയമത്തിൽ നിന്ന് മുക്തരല്ല, എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. അവരുടെ സാമൂഹിക പദവിയോ രാഷ്ട്രീയ പദവിയോ സാമ്പത്തിക പദവിയോ ഒന്നും നിയമത്തിൻ്റെ മുന്നിൽ ഒരു കാര്യമില്ല, എല്ലാവരും ഈക്വലാണ്. മൂന്നാമത്തെ, ദ റൂൾ ഓഫ് ലോ ഇൻക്ലൂഡ്സ് ദ റിസൾട്ട് ഓഫ് ജുഡീഷ്യൽ ഡിസിഷൻസ് ഡിറ്റർമൈനിങ് ദ റൈറ്റ്സ് ഓഫ് പ്രൈവറ്റ് റീസൺസ്. ഇവിടെ പറയുന്നത് private persons. The rule of law includes the results of judicial decisions determining the rights of private persons. ഈ റൂൾ ഓഫ് ലോ പിന്നെ ജനങ്ങളുടെ പിന്നെ ഓരോ കാര്യങ്ങളിൽ അവരുടെ കാര്യങ്ങളൊക്കെ വിധിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വിധിച്ച നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റൂൾ ഓഫ് ലോയിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദ റൂൾ ഓഫ് ലോ ഈസ് വൺ ഓഫ് ദി കോർഡിയൽ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ആ ഔട്ട്കം ഓഫ് സെഞ്ചുറീസ് ഓഫ് സ്ട്രഗിൾ ഓഫ് ദ ബ്രിട്ടീഷേഴ്സ് ഫോർ പൊളിറ്റിക്കൽ ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി. ഈ റൂൾ ഓഫ് ലോ എന്നുള്ളത് പിന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചറാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിലെ ഒരു സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് റൂൾ ഓഫ് ലോ എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഔട്ട്കം ഓഫ് സെഞ്ചുറീസ് ഓഫ് സ്ട്രഗിൾ ഓഫ് ബ്രിട്ടീഷേഴ്സ് ഫോർ പൊളിറ്റിക്കൽ ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി.
ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനൊക്കെയുള്ള ഒരുപാട് കാലത്തെ പിന്നെ പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ സമരങ്ങൾക്കൊക്കെ ശേഷമാണ് ഇങ്ങനൊരു സൗഹാർദ്ദപരമായ കോഡിയലായ ഫീച്ചർ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന് വന്നത് എന്നാണ്. റൂൾ ഓഫ് ലോ ഇൻ ബേസ്ഡ് ഓൺ ദ കോമൺ ലോ ഓഫ് ദി ലാൻഡ് ഇൻ ബ്രിട്ടൻ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടനിലെ ഒരു കോമൺ ലോ ആണ്. നമ്മളിപ്പോൾ റൂൾ ഓഫ് ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടനിലെ ഒരു സാധാരണ നിയമമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ദർ ഈസ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് കൺഫർ എനി സ്പെസിഫിക് റൈറ്റ്സ് ഓൺ ദ സിറ്റിസൺസ്. ഇപ്പോൾ അത് അവിടുത്തെ കോമൺ ആണ്. അത് പ്രത്യേക മൗലികാവകാശങ്ങളായിട്ടോ അങ്ങനെയൊന്നും ഇതാക്കിയിട്ടില്ല. അത് അവിടുത്തെ കോമൺ ലോ ആയിട്ടാണ് ഈ റൂൾ ഓഫ് ലോനെ അവിടെ കാണുന്നത്. ജുഡീഷ്യറി ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ലിബർട്ടീസ് ഓഫ് ദി പീപ്പിൾ. അവിടെയൊക്കെ എന്താണ്, ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ കോടതി വ്യവസ്ഥ അങ്ങനെ ഒക്കെ. ഇവിടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ കോടതിയാണ്. അങ്ങനെ കോടതിയൊക്കെ സിസ്റ്റം പോലുള്ള അതാണ് കസ്റ്റോഡിയൻ ഓഫ് ദി ലിബർട്ടീസ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ പിന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാലകൻ എന്നുള്ളത് ജുഡീഷ്യറിയാണ്. ഇൻ ഇംഗ്ലണ്ട് ദർ ഈസ് നോ ഡിഫറൻറ്റ് ബിറ്റ്വീൻ പബ്ലിക് ലോ ആൻഡ് പ്രൈവറ്റ് ലോ. ഇംഗ്ലണ്ടിൽ പിന്നെ ഈ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ പബ്ലിക് ലോ, പ്രൈവറ്റ് ലോ അങ്ങനെയുള്ള ഇപ്പോൾ നമ്മളിവിടെ പ്രൈവറ്റ് ലോ, പബ്ലിക് ലോ എന്നൊക്കെ പറഞ്ഞു. അത് ദ വൺ അപ്ലൈയിങ് ടു ഒഫീഷ്യൽസ് ആൻഡ് അതർ ഓർഡിനറി സിറ്റിസൺ. ഒരു നിയമം പിന്നെ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റേ സാധാരണ ജനങ്ങൾക്കും അങ്ങനെ ഇല്ല എന്നാണ്. ബിക്കോസ് ദേ ബിലീവ് ഇൻ ദ മാക്സിം ദാറ്റ് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. അതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലണ്ടിലൊക്കെ അവർ വിശ്വസിക്കുന്നത് എല്ലാവരും എന്താണ്, നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. അവിടെ ഉദ്യോഗസ്ഥന്മാരെന്നോ അല്ലെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങളിൽ നിന്നുള്ള വ്യത്യാസമില്ല. എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. ഓക്കെ, ദിസ് ഹാസ് ബീൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഡെയ്സി as the rule of law. In England, every person is subject to the ordinary law courts. Every action of the government must be authorized by law. As such, there is nothing in England that may characterize arbitrary power. അപ്പോൾ ഇംഗ്ലണ്ടിൽ പിന്നെ എല്ലാവരും ഡെയ്സിൻ്റെ റൂൾ ഓഫ് ലോ പ്രകാരം ഇംഗ്ലണ്ടിൽ എല്ലാവരും എന്താണ്, സാധാരണ കോടതിയിൽ നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാവണോ എന്തെങ്കിലും ശിക്ഷയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ലോൻ്റെ ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിയമമായിരിക്കും ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത്. അവിടെ നിയമത്തിൻ്റെ മുകളിൽ ആരും ഇല്ല എന്നുള്ളതാണ്. ഒരു പവറും ഒരു ശക്തിയും നിയമത്തിൻ്റെ മുകളിലില്ല. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് നോ വൺ ഇൻ ഇംഗ്ലണ്ട് ക്യാൻ ബി പണിഷ്ഡ് ആർബിട്രറിലി. ഇത് പിന്നെ ഒരു സംരക്ഷണം നൽകുന്നത്, ഇത് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഒരാളും പിന്നെ വെറുതെ ഒരു ആർബിട്രറിലി ഒരു കാരണമില്ലാതെ ഒരാളും ശിക്ഷിക്കപ്പെടുകയില്ല. All the accused are to be tried in the ordinary court of law in accordance with the ordinary legal procedures, the accused having the right to defend himself through his advocate. Thus, rule of law means equality before law. All the accused are be tried. സാധാരണ കോടതിയിൽ ഈ ഒരു തെറ്റ് ചെയ്ത ആൾ നിയമത്തിൻ്റെ മുന്നിൽ സാധാരണ കോടതിയിൽ ഹാജരാവുകയും അവിടെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുകയും ചെയ്യും. അത് എല്ലാവരും പിന്നെ ഒരാളും തമ്മിൽ വ്യത്യാസമില്ല. മാത്രമല്ല ഈ അക്യൂസായ ഈ പ്രതി ചേർക്കപ്പെട്ട ആൾക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ വാദിക്കാൻ ഒരു അഡ്വക്കേറ്റിനെയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനുള്ള വാദിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റൂൾ ഓഫ് ലോ അർത്ഥമാക്കുന്നത് പിന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും സമത്വമുണ്ട്, എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ റൂൾ ഓഫ് ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ റൂൾ ഓഫ് ലോൻ്റെ എതിരാണ്. റൂൾ ഓഫ് ലോന്ന് വിഭിന്നമായിട്ടാണ്, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് ഇൻ ദ കോണ്ടിനെൻ്റൽ കൺട്രീസ് ഓഫ് യൂറോപ്പ് ആൻഡ് പർട്ടിക്കുലർലി ഇൻ ഫ്രാൻസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഓർ മോർ എക്സാക്ട്ലി സ്പെഷ്യൽ ലോ ഫോർ ഒഫീഷ്യൽസ്. ഈ യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും അതേപോലെ തന്നെ ഫ്രാൻസിലൊക്കെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറച്ച് ഓൽക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും അതേപോലെ ഫ്രാൻസിലൊക്കെ. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ബോഡി ഓഫ് റൂൾസ് വിച്ച് റെഗുലേറ്റ് ദ റിലേഷൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ടുവാർഡ്സ് പ്രൈവറ്റ് സിറ്റിസൺസ് ഇൻ ദെയർ ഡീലിങ്സ് വിത്ത് ദീസ് ഒഫീഷ്യൽസ്. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ലോ ഫോർ ഒഫീഷ്യൽസ് പ്രകാരം ഈ ഉദ്യോഗതലങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് സാധാരണക്കാരായ ആളുകളെക്കാൾ കുറച്ചുകൂടെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള അധികാരങ്ങളും ഇതൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ സാധാരണ ജനങ്ങളായിട്ടുള്ള ഇടപാടുകളിലൊക്കെ അവിടെ ഒഫീഷ്യൽസിന് കുറച്ചും കൂടെ മുൻഗണന കിട്ടുന്ന രീതിയാണ് ഈ കോണ്ടിനെൻ്റൽ യൂറോപ്പിലും ഫ്രാൻസിലൊക്കെ ഉള്ളത്. ഇൻ സച്ച് കേസസ് ദേ ആർ കോൾഡ് ടു അക്കൗണ്ട് ബിഫോർ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സ് കമ്പോസ്ഡ് മെയിൻലി ഫോർ
of superior executive officials. These administrative courts apply a special form of law and procedure caused the administrative law. ഇപ്പോൾ ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ലോൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ ഒഫീഷ്യൽസ് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ റോങ് അക്യൂസ്ഡ് ആയാൽ അവരെ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടിലേക്കാണ് വിളിക്കുക. അങ്ങനെ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രകാരമാണ് അവിടെ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുക. The officials are not subject to ordinary laws nor can they be tried before ordinary courts. ഈ അഡ്മിനിസ്ട്രേറ്റീവിന് ഈ ഒഫീഷ്യൽസിന് ഒരിക്കലും ഈ ഓർഡിനറി ലോ ഓൽക്ക് അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്കതൊരു വിഷയമല്ല. അതേപോലെ തന്നെ അവർ ഈ സാധാരണ കോടതികളിൽ ഹാജരാകുക അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുക അതുമായിട്ടൊരു ഓർഡിനറി സംഭവങ്ങളായിട്ടോ ഓർഡിനറി ലോ ആയിട്ടോ ഓർഡിനറി കോർട്ടായിട്ടോ ഈ ഒഫീഷ്യൽസിന് ബന്ധം ഉണ്ടാവില്ല, അവർക്കതൊരു വിഷയമല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ബോഡി ഓഫ് that governs the activities of administrative agencies of government. ഇവിടെ പറയാം അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ബോഡി ഓഫ് ലോ ദാറ്റ് ഗവേൺസ് ദ ആക്ടിവിറ്റീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് ഓഫ് ഗവൺമെൻറ്. Administrative law is considered a branch of public law. Administrative law expanded greatly during the 20th century. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ പിന്നെ പ്രത്യേകമായ അവരുടെ ഗവൺമെൻറ്റിനെയൊക്കെ ഭരിക്കുന്നത് ലോ ദാറ്റ് ഗവേൺസ് ദ ആക്ടിവിറ്റീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ്. ഈ ഒരു ഗവൺമെൻറ് ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഭാഗവാക്കാകാൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോന് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് 20th സെഞ്ചുറിയിലാണ് വ്യാപകമായത്. ആസ് ലെജിസ്ലേറ്റീവ് ബോഡീസ് വേൾഡ് വൈഡ് ക്രിയേറ്റഡ് മോർ ഗവൺമെൻറ് ഏജൻസീസ് ടു റെഗുലേറ്റ് ദ ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. ഈ മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന സാമൂഹികമായോ അതേപോലെ തന്നെ സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളൊക്കെ തീർക്കാനും ഇതാക്കാനൊക്കെ ഗവൺമെൻറ് എന്താണ് ഒരുപാട് ഏജൻസികളെ പിന്നെ അവരെ നിയന്ത്രിക്കാൻ ഒരുപാട് ഏജൻസികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇൻഫാക്ട് പ്രൊഫസർ എ വി ഡെയ്സി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അതേപോലെ അതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ഡെയ്സി പിന്നെ റെസ്പോൺസിബിൾ ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അദ്ദേഹം പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ളത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള സംഭവം എന്നാണ്. ബട്ട് ഹിസ് കോൺസെപ്റ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ക്രിറ്റിസിസം. അതേ സമയത്ത് തന്നെ എ വി ഡെയ്സിയുടെ ഈ ഒരു വാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം അതും വിമർശനത്തിനിടയായിട്ടുണ്ട്. ദ ക്രിറ്റിക്സ് ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കസ്റ്റം ആൻഡ് പ്രിസിഡൻസ് ദാറ്റ് സ്റ്റാറ്റ്യൂട്ട്സ്. ഈ വിമർശകർ പറയുന്നത് ഈ ഒരു കാര്യം ഇതൊക്കെ എന്താണ് പഴയകാലത്തുള്ള അല്ലെങ്കിൽ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രമാണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആണ് ഈ നിയമങ്ങളൊക്കെ വരുന്നതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലിബർട്ടിയാണ്. അപ്പോൾ അത് അടുത്ത ഇതിലായിട്ട് ചർച്ച ചെയ്യാം.